മന്ത്രി അറിയാതെയും അറിഞ്ഞുകൊണ്ടും സംഭവിച്ച വകുപ്പുതല നിയമനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും UDF സർക്കാരിൽ തുടരുകയാണ്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട സണ്ണി ജോസഫിന്റെ അളിയൻ ആദ്യം രാജിവെച്ചു. ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിൽ സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കപ്പെട്ട KB പ്രദീപും രാജിവെച്ചിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ അഭിഭാഷകനായ ഇദ്ദേഹത്തിന് പ്രത്യേക നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ബാക്കിയായാണ് രാജി. സമാനമായ മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ കൊഴുക്കുന്നുണ്ട്. വന്യമൃഗ ആക്രമണങ്ങൾ ചെറുക്കാൻ സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ലെന്ന് പ്രഖ്യാപിച്ച വനം വകുപ്പ് മന്ത്രിയുടെ വകുപ്പിലാണ് ആ പുതിയ വിവാദം. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട സിജിമോൻ ഫ്രാൻസിസിനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത്. വനം വന്യജീവി വിരുദ്ധ നിലപാടുകളിലൂടെ കുപ്രസിദ്ധി നേടിയ ഒരാളെ മർമ്മപ്രധാനമായ തസ്തികയിലേക്ക് തിരഞ്ഞെടുത്തതാണ് ഈ പുതിയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞരും ഗവേഷകരും പരിസ്ഥിതി സംഘടനകളും കർഷകരും അടങ്ങുന്ന കോ എക്സിസ്റ്റൻസ് കളക്റ്റീവ് കേരള എന്ന ജനകീയ കൂട്ടായ്മ ഈ നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ വെല്ലുവിളിയായാണ് അവർ ഈ നീക്കത്തെ കാണുന്നത്. ബഫർ സോൺ നിശ്ചയിക്കൽ, വനാതിർത്തി നിർണയം, വന്യജീവി സംഘർഷങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വനം വകുപ്പിനും സർക്കാരിനുമെതിരെ നിരന്തരം സമരങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങളെ അണിനിരത്തുകയും ചെയ്ത ചരിത്രമാണ് സിജിമോൻ ഫ്രാൻസിസിനുള്ളത്. വനസംരക്ഷണ നയങ്ങളെ ഇയാൾ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയിൽ ദീർഘകാലമായി കേസുകൾ നടത്തുന്ന വ്യക്തി കൂടിയാണ് സിജിമോൻ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിനെതിരെ നിലനിൽക്കുന്ന കേസുകളിൽ ഇയാളും മകളും നേരിട്ട് ഹർജിക്കാരാണ്. സർക്കാരിനും വനം വകുപ്പിനുമെതിരെ കോടതിയിലും തെരുവിലും യുദ്ധം പ്രഖ്യാപിച്ച ഒരാളെ അതേ വകുപ്പിന്റെ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത് പരസ്യമായ ഒരു വെല്ലുവിളിയാണെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ വിവിധ കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ നിയമനം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പല സുപ്രധാന കേസുകളും ഈ ഒരു നിയമനത്തോടെ അട്ടിമറിക്കപ്പെടുമെന്നും സംഘടന ഭയപ്പെടുന്നു. മനുഷ്യരെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിൽ നിരവധി വകുപ്പുകൾ ഉണ്ടെന്നും എന്നാൽ വനങ്ങളെയും ജൈവ വൈവിധ്യത്തെയും ആന ഇടനാഴികളെയും സംരക്ഷിക്കുക എന്നത് വനം മന്ത്രിക്കും സർക്കാരിനും ഭരണഘടന നൽകിയിട്ടുള്ള പ്രത്യേക ബാധ്യതയാണെന്നും പരിസ്ഥിതി കൂട്ടായ്മ ഓർമ്മിപ്പിക്കുന്നു. വനസംരക്ഷണത്തിനായി നിയമപരമായ ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനും വനസംരക്ഷണ സേനയെ നിഷ്ക്രിയമാക്കാനും മാത്രമേ ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ ഉപകരിക്കൂ. വനം വകുപ്പിനെ നിരന്തരം ശത്രുപക്ഷത്ത് നിർത്തിയ ഒരാളെ അധികാര കസേരയിൽ ഇരുത്തിയതിന്റെ ചേതോവികാരം എന്താണെന്ന് വ്യക്തമാക്കാൻ UDFനെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറ്റിയ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് കോ എക്സിസ്റ്റൻസ് കളക്റ്റീവിന്റെ വാദം. സിജിമോൻ ഫ്രാൻസിസിനെ അടിയന്തരമായി പുറത്താക്കണമെന്നും ഈ വിവാദ നിയമനം മുഖ്യമന്ത്രിയും വനം മന്ത്രിയും പുനഃപരിശോധിക്കണമെന്നുമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന ആവശ്യം.